തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴയിൽ പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, ഈ അപകടം നടക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നോ? നിലവിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതെ, തിരുവനന്തപുരം നഗരത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നിരിക്കുന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മതിൽ ഇടിഞ്ഞു വീണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇടയ്ക്ക് ഒരല്പം മഴ തോരുമെങ്കിലും നിരന്തരം പെയ്യുന്ന മഴയിൽ ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞു വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. പഴകിയ മതിലുകൾ മഴയിൽ കുതിർന്ന് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അഞ്ജു കൂടി ചേരുകയാണ്. അഞ്ജു, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ആ സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നോ സ്കൂളിൽ? എന്താണ് വിവരങ്ങൾ? രാവിലെ 7:30 ഈ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ മതിൽ ഇടിഞ്ഞു വീഴുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാമത്. രാവിലെ 7:30 ഇതിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിൻ്റെ പിൻവശത്തുള്ളൊരു മതിലാണിത്. ആ മതിലിനോട് ചേർന്നിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു പറമ്പും അതിൻ്റെ ഒരു മതിലും കൂടിയുണ്ട്. ആ സ്വകാര്യ വ്യക്തിൻ്റെ മതിലാണ് കുറച്ചധികം ഇടിഞ്ഞു വീണിട്ടുള്ളത്. എന്നാൽ സ്കൂളിൻ്റെ കൽത്തെട്ടടക്കമുള്ള മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. നമ്മൾ ഈ സ്കൂളിലെ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കാലപ്പഴക്കം കൂടിയ ഒരു മതിൽ തന്നെയാണ്. ഇതൊരു അപകടാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മതിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പുതുക്കി പണിയണം എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ കോർപ്പറേഷനിൽ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേഷനിൽ സ്കൂൾ അധികൃതരും PTA പോയി പറഞ്ഞതാണ്. അതനുസരിച്ചിട്ട് ഇവർ സ്കൂളിൻ്റെ മതിൽ പുതുക്കി പണിയാമെന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഘട്ടമായിട്ട് ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രമാണ് മതിൽ പുതുക്കി പണിതത്. പക്ഷേ ഈ മതിൽ ഇതുവരെ പുതുക്കി പണിതില്ല. നമുക്കറിയാം, ഈ സ്കൂളെന്ന് പറയുന്നത് ഇത്തവണത്തെ സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടന്ന സ്കൂളാണ്. അത്തരത്തിൽ വലിയ ആഘോഷപൂർവ്വം ഒരു സ്കൂളിൽ ഒരു അധ്യയന വർഷം ആരംഭിച്ച സ്കൂളിൽ തന്നെയാണ് ഒരു മാസത്തിന് പൂർത്തിയാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സ്കൂൾ അധികൃതർ പറയുന്ന അനുസരിച്ച് ഈ മതിലിനോട് ചേർന്നിട്ട് ഒരു മരം കൂടിയുണ്ട്. ഈ മരവും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നഗരസഭയെ സ്കൂൾ അധികൃതർ അറിയിച്ചതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടായെങ്കിലും ഒരു കാലതാമസം ഉണ്ടാകുന്നതാണ് ഏറെ ഭയപ്പെടുത്തുന്നത്. കാരണം കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ്. ഈ വഴിക്ക് താഴേക്ക് പോകുന്നത് ഒരു നേഴ്സറി സ്കൂളുണ്ട്. ഈ നേഴ്സറി സ്കൂളിലേക്ക് അടക്കം കുട്ടികൾ പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ ഇത്തരത്തിലൊരു അപകടാവസ്ഥയിൽ ഒരു മതിൽ നിൽക്കുന്നു. അതിനൊപ്പം ഒരു വലിയൊരു മരം, ഒരു പുളിമരമാണ്. ആ ഒരു പുളിമരമുണ്ട്. ഇത് രണ്ടും മാറ്റാനുള്ള ഒരു സമീപനം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വലിയൊരു അലംഭാവം തന്നെയാണ്. നമ്മളിവിടെ വന്നപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്കൂള് ഇത്രയും പ്രശ്നമായി നിൽക്കുന്ന ഒരു മതിലായതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് കടത്തിവിടാറില്ല. ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ സ്കൂൾ തുറന്നപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മതിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകരുത് എന്നുള്ള തരത്തിൽ വിദ്യാർത്ഥികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും രാവിലെ 7:30 ഒരു സംഭവം ഉണ്ടായത് വലിയൊരു അപകടം തന്നെയാണ് ഇടിഞ്ഞു വീണത്. കാരണം വലിയ പാറക്കല്ലുകൾ അടക്കമാണ് ഈ ഇടിഞ്ഞു വീണത്. നമ്മൾ ഈ അട്ടക്കുളങ്ങര സ്കൂളിലെ കുട്ടിയുടെ ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നൽകിയതായിരുന്നു. ആ സമയത്ത് ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചോദ്യം ഉയർന്നതായിരുന്നു. ഫിറ്റ്നസുമായി ബന്ധപ്പം സ്കൂൾ കെട്ടിടത്തിന് മാത്രമാണ് നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മതിലിൻ്റെ കാര്യം ഇവിടെ നേരത്തെ തന്നെ നഗരസഭയെ അറിയിച്ചിട്ടും നഗരസഭ ഒരു അനുകൂലമായ സമീപനം എടുത്തില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ ഒരു കാര്യം. വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്നത്. നമുക്ക് ഈ മതിൽ കാണാം. ഈ മതിൽ ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഒരു മതിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ പല ഭാഗത്തും വിള്ളലുകളുണ്ട്. ആ വിള്ളലുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത വഴി ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മാറ്റി പണിത് തരണം എന്നുള്ളൊരു ആവശ്യം അവർ അറിയിച്ചത്. പക്ഷേ ആ ഒരു ആവശ്യം കൃത്യമായി നിറവേറ്റി കൊടുക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ അപകടം ഉണ്ടായപ്പോൾ സ്കൂൾ അധികൃതരും PTA നഗരസഭയെ വിവരം അറിയിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ആളുകളൊക്കെ രാവിലെ വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയെന്നാണ് നമ്മളോട് PTA
പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല ഈ സ്കൂളിൻ്റെ അവസ്ഥ, ഈ സ്കൂളിലെ ഈ മതിലിൻ്റെ അവസ്ഥ, അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ മരം, ഇത് രണ്ടും എത്രയും പെട്ടെന്ന് മരം മുറിച്ച് മാറ്റുകയും ഈ മതിലെ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയണമെന്ന് തന്നെയാണ് ഈ സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ ഇവിടെ PTA പ്രസിഡന്റ് ഉണ്ട്, PTA പ്രസിഡന്റിനോട് ചെന്ന് ചോദിക്കാം എന്തായിരുന്നു ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു നടപടിയെന്ന്. ഈ ഒരു അപകടാവസ്ഥയിലുള്ള കാര്യം നേരത്തെ കോർപ്പറേഷനെ അറിയിച്ചതായിരുന്നു. അതെ ഒക്കെ വന്ന് അളവെടുത്തും ഈ മരം മുറിക്കാനുള്ള ടെൻഡറും ആക്കി എന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ അവരെന്തായാലും നോക്കാതിരിക്കത്തില്ലല്ലോ. ഇപ്പോൾ അതുമല്ല, നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ വെച്ചാണ് സംസ്ഥാനതലം നടന്നത്. അപ്പം എന്തായാലും അതിൻ്റെതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുമുണ്ട്, നമ്മൾ അറിയിക്കാനുള്ളത് അറിയിച്ചിട്ടുമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എന്തായിരുന്നു പറഞ്ഞത്? ചെയ്യാമെന്നാണ് പറഞ്ഞത്, പക്ഷേ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള കാര്യമായിരുന്നു. ഇത് തന്നെ ഇന്ന് രാവിലെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഇതിലെയാണ് പോകുന്നത്. കുറച്ച് 7:30 ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ 8:30 ആയിരുന്നെങ്കിലോ പലയിടത്തും ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ മതിലിടിഞ്ഞ് വീണ് എന്തെങ്കിലും, നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ അപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ അവിടെയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് രാവിലെ അത് സംഭവിക്കുകയും ചെയ്തു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കോർപ്പറേഷൻ ഇടപെടൽ വല്ലതും നടത്തിയിരുന്നു? കോർപ്പറേഷനെ അറിയിച്ചു, കോർപ്പറേഷൻ വന്നു അത് മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല, അതാണൊരു വിഷയം. രാവിലെ ഈ കോർപ്പറേഷൻ അധികൃതർ എത്തിയിരുന്നു, എന്തായിരുന്നു അവരുടെ രാവിലെ എത്തിയതിനു ശേഷം? ഇപ്പം ആരും വന്നിട്ടില്ല ഇതുവരെ. കൗൺസിലറിനെ രാവിലെ തന്നെ അപ്പോഴും തന്നെ 7:30 തന്നെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചു, പുള്ളിക്ക് ഫോൺ കിട്ടിയില്ല. അവരെല്ലാവരും മേയറെ വിളിച്ചു, മേയർ ഉടൻ നടപടിയെടുക്കാൻ ആളിനെ വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. അത് ഒരു എഞ്ചിനീയറിനെ വിട്ട് എങ്ങനെയാണ് സ്റ്റേബിൾ ആയില്ല എങ്കിൽ നമുക്ക് കുട്ടികളെ വിടണോ വേണ്ടേ എന്ന് അതും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ PTA എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളായതിൻ്റെ ചെറിയ തുക നമ്മുടെ കയ്യിൽ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെടുത്ത് മാറ്റാനുള്ള പൈസ പോലും PTA കാണത്തില്ല. ഇതിപ്പോൾ ഇത്രയും വലിയ കല്ലും ഇതുമൊക്കെയാണ്. ഇത് ആരെങ്കിലും ഇടപെട്ട് ഇത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. തന്നെയാണ് സിന്ധൂരി അവർ പറയുന്നത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൻ്റെ മതിലിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ ഈ മഴത്തിൻ്റെ പ്രശ്നവുമെല്ലാം അവർ നേരത്തെ തന്നെ നഗരസഭയെ അറിയിച്ചതാണ്. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ അറിയിച്ചതാണ്. പക്ഷേ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. അവർ ഇതുമായിട്ടുള്ള പേപ്പറുകൾ നീക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു നടപടിയാണ്. പക്ഷേ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ആ സ്കൂളിലെ ഫിറ്റ്നസ് നൽകുമ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടും, ആ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഫിറ്റ്നസ്സിൽ ഉൾപ്പെടേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ വലിയൊരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മതിലും മരവുമുള്ള സ്കൂളിന് എങ്ങനെയായിരിക്കും ഫിറ്റ്നസ് വരെ അവർ അനുവദിച്ച് തരിക എന്നുള്ള കാര്യമുണ്ട്. കാരണം ഇവരറിയിച്ച കാര്യമാണ് ഇത് മാറ്റി പണിയണം അല്ലെങ്കിൽ ഇത് പൊളിച്ചു പണിയണം എന്നുള്ള കാര്യം. എന്നിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ PTA പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സിന്ധൂരി.